എൻ്റെ യൂട്യൂബ് ജേണി എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചേ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്, വീഡിയോസ് അടുപ്പിച്ചിടുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചു. എനിക്ക് പനിയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ആരും അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ആകെ കൂടെ എനിക്കൊരു 36 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. താങ്ക് ഗോഡ്, അത്രയും ആയത് തന്നെ എൻ്റെ വലിയൊരു കാര്യമാണ്. എനിക്ക് 30 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഈ 30 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരു 6 പേര് ആവാൻ ഞാൻ ഒരുപാട് പണിപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു ആംബിഷനോടെയാണ് കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് ഞാനിരുന്നത്. പക്ഷെ ഈ 2-3 മാസത്തിനിടയ്ക്ക് എൻ്റെ ആംബിഷൻ അങ്ങ് നഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും എനിക്കിനി എന്ത് എന്ന് പറഞ്ഞ് മുന്നിലൊരു വഴി ഇല്ലാതായി. അങ്ങനെ ഒരു വഴി ഇല്ലാതായപ്പോൾ യൂട്യൂബിൽ എന്തുകൊണ്ട് വീഡിയോ ചെയ്തുകൂടാ എന്നൊരു തോട്ട് വന്നു. അതിനുശേഷമാണ് ഞാൻ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ കുറച്ച് പാത്രം കഴിയുന്ന വീഡിയോ എടുത്തിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്തു. എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്തത് തന്നെ ഇൻഷോട്ടിലാണ്. ആ പാത്രം കഴിയുന്ന വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇട്ടു. അപ്പം അതിനകത്ത് ഞാൻ ജസ്റ്റ് ജെമിനി എടുത്ത് എന്താ സജഷൻ എന്തോ ചോദിച്ചോട്ടോ, എങ്ങനെ വീഡിയോ ഇടുമെന്നൊക്കെ. അപ്പോഴത്തേക്കും ജെമിനി പറഞ്ഞു കുറച്ച് ഹാഷ്ടാഗുകൾ, ഒരു 5 ഹാഷ്ടാഗ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ASMR എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതിൻ്റെ സൗണ്ട് തന്നെ അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും 5 ഹാഷ്ടാഗൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം അത് ഞാൻ ഒരു വൈകിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിറ്റേ ദിവസമായപ്പോൾ അത് 1K വ്യൂസ് ആയി കേട്ടോ. സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ വീഡിയോ ഇടാനുള്ള ഇൻസ്പിറേഷൻ തന്നെ. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ എങ്ങനെയെന്ന് അറിഞ്ഞാൽ തംബ്നെയിൽ ആഡ് ചെയ്യാൻ അറിഞ്ഞൂടെ, ഇങ്ങനെ ലോങ് വീഡിയോ ഇടണം. ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെയാണ് ഞാൻ ജെമിനിയോട് ചോദിച്ചത്, അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ എടുക്കണമെന്ന്, ഷോർട്ടാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്, ഫോൺ അങ്ങനെ തിരിച്ചെടുക്കണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. അത് ഞാൻ ഏതൊരിടത്ത് ChatGPT ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ തന്നെ. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ജൂലൈ മുതലൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പിന്നെ ഇതൊക്കെയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഓൾറെഡി പണ്ട് മുതലേ ഞാൻ യൂട്യൂബുള്ള കാലം മുതലേ എനിക്കൊരു 30 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്കൊരു 4 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നായിക്കട്ടെ. ഞാൻ പറഞ്ഞ ആ പാത്രം കഴിയുന്ന വീഡിയോ 1K ആയപ്പോഴത്തേക്കും 4 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എനിക്ക് 1K ആയപ്പോൾ ഉള്ള സന്തോഷത്തിൽ ഞാൻ എൻ്റെ വീഡിയോ പാത്രം കഴിയുന്ന വീഡിയോ എൻ്റെ അനിയൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ എൻ്റെ 35ാമത്തെ സബ്സ്ക്രൈബേഴ്സായി. പിന്നെ 36ാമത്തെ സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി ഞാൻ കുറേ കാത്തിരുന്നു. 1 മാസം എന്തോ എടുത്തു ഒരാളൂടെ. അപ്പോൾ എനിവേ എൻ്റെ 36 സബ്സ്ക്രൈബേഴ്സും പിന്നെ വ്യൂസ് കുറച്ചൊക്കെ 500-600 ആ ലെവലിലൊക്കെ പോകുന്നുണ്ട്. സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ ഒരു 36 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഒരാളിങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാം. എനിക്ക് വലിയൊരു യൂട്യൂബറായിട്ട് ജസ്റ്റ് അങ്ങനെ വലിയ സ്റ്റാർ ആവണമെന്ന് ഒരു ആഗ്രഹമില്ല. എന്നാലും മനസ്സിലുണ്ട്, ആയാൽ കൊള്ളും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ ആയതുകൊണ്ട് ഒരു സന്തോഷം. അപ്പം എന്നെ കുറച്ച് ദിവസം പനിയായിരുന്നു, പനി അതാണ് ഈ സൗണ്ട് പോയി. പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തിരക്കെന്ന് പറയുമ്പോൾ
തിരക്കെന്ന് പറയുമ്പോൾ ക്യൂസ്, പരീക്ഷ, അങ്ങനെ കുറേ സംഭവങ്ങളും പിന്നെ കുറച്ച് ബിസിനസ്സിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നം അതൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാൻ പറയാം വൈകിയത്. പറഞ്ഞാൽ ഓക്കെ ശരി എന്നാൽ. അപ്പോൾ